ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിനകത്ത് ഇപ്പോൾ നടന്നൊരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. വീക്ക്ലി ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, അല്ലെ ആ പണിപ്പുര ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവരും അവിടെ ഇരിക്കുമായിരുന്നു, ആ ഒരു ബ്ലൈൻഡ്സിന് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഓരോ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണുസുതി അതേപോലെ തന്നെ അക്ബർ പിന്നെ അപ്പാനി ശരത്ത് എല്ലാവരും കൂടി ഒരു ആക്ട് ഇപ്പം ചെയ്തു. നല്ല രസമുള്ള ഒരു ആക്ട് ആയിരുന്നു. രേണുസുതിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നത് അക്ബർ, പിന്നെ അതേപോലെ തന്നെ കാമുകനായിട്ട് അഭിനയിക്കുന്നത് ആര്യൻ. മൂന്ന് പേരും നല്ല രസമായിട്ട് തന്നെ ചെയ്തു. ആ ഒരു ആക്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അപ്പാനി ശരത്തൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അലമ്പാക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. മുൻഷിയും എല്ലാവരും കൂടെ വന്ന് പിന്നെ ഒരു ബഹളമാക്കി അലമ്പാക്കുന്ന പോലെ തോന്നി. അക്ബർ നല്ല ക്യാരക്ടറൊക്കെ പിടിച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ ചെയ്തു വരുമായിരുന്നു. രേണു അതെ ഇതാരടി ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതിന്റെ ബെസ്റ്റി ആണെന്നൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു. ഇങ്ങനെ ഹൗസിന് പുറത്തുള്ള രേണുവിൻ്റെ അഭിനയത്തെ പറ്റിയൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഹൗസിനകത്ത് എല്ലാവർക്കും രേണുവിൻ്റെ അഭിനയത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. ഈ ഒരു ആക്ട് നല്ല രീതിയിൽ തന്നെ രേണു ചെയ്തെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ ആര്യനും അതെ കേട്ടോ, നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. അക്ബറാണ് ഏറ്റവും അധികം ക്യാരക്ടർ നല്ലപോലെ പിടിച്ച് നീ എവിടെയാടാ നീ ആരാടാ എന്നൊക്കെ ചോദിച്ച് വിറപ്പിക്കുന്നുണ്ടായിരുന്നു അക്ബർ. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇങ്ങനെ കൊണ്ട് അലമ്പാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ആക്ടായിരുന്നു. ഇപ്പോൾ വീക്ക്ലി ടാസ്ക് തുടങ്ങാനായിട്ട് പോവാണ്. വീക്ക്ലി ടാസ്ക് നല്ലല്ലോ ഇത്തവണ പറയുന്നത്, പണിപ്പുര ടാസ്ക് തുടങ്ങാനായിട്ട് പോവാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.